ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബാങ്ക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള GST പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ബാങ്ക്സിൻ്റെ GST പ്രൊവിഷൻസ് നോക്കി തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക്സിൻ്റെ എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസും അതുപോലെ തന്നെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകംസും മാത്രമല്ല റൂൾ 38 നമ്മൾ അങ്ങനെ 3 കണ്ടൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എക്സെംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ എക്സെംപ്റ്റഡ് ഇൻകംസ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിലാദ്യത്തെ ഇൻകം വരുന്നത് സർവീസസ് ഓഫ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഓർ എക്സ്റ്റെൻഡിങ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു ദ എക്സ്റ്റെൻറ്റ് കൺസിഡറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്. അതായത് ഒരു ബാങ്കിൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ ആയിട്ടുള്ള ബിസിനസ് ആയിട്ടുള്ള ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ എക്സ്റ്റെൻഡിങ് ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസ് അതിൽ നിന്നൊക്കെ ബാങ്ക്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇൻകം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എക്സെംപ്റ്റ് ഇൻകമാണ്. അതുമേൽ GST ചാർജബിൾ അല്ല. ഇനി രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റ് കമ്മീഷൻ കളക്റ്റഡ് ബൈ ബാങ്ക് ഫോർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് അപ് ടു ₹2000. മെർച്ചൻറ്റ് കമ്മീഷൻ കളക്റ്റഡ് ബൈ ബാങ്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ട് ബില്ല് പേ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനുമേൽ ബാങ്ക് ഒരു ഇത്ര ശതമാനം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 1% കമ്മീഷൻ ഈടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്മീഷനാണ് ഇവിടെ മെർച്ചൻറ്റ് കമ്മീഷൻ കളക്റ്റഡ് ബൈ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കമ്മീഷൻ 2000 വരെയാണെങ്കിൽ എക്സെംപ്റ്റ് ആണ്. അപ് ടു 2000 ആണെങ്കിൽ എക്സെംപ്റ്റ് ആണ്. പക്ഷേ 2000-നേക്കാൾ കൂടുതൽ ഉള്ളൊരു കമ്മീഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ഇൻകം ആയിട്ട് മാറും. ഇനി അടുത്ത എക്സെംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഫോറെക്സ് ബിറ്റ്വീൻ ബാങ്ക്സ് ഓർ ഓതറൈസ്ഡ് ഡീലേഴ്സ്. അതായത് ഫോറെക്സ് ഒരു കറൻസിയിൽ നിന്ന് വേറൊരു കറൻസിയിലേക്ക് ഡിനോമിനേഷൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ബാങ്ക്സ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സിനെ സമീപിക്കും. അപ്പോൾ അവരൊരു കമ്മീഷൻ ചാർജ് ചെയ്യും. ആ കമ്മീഷൻ ഒരു ബാങ്ക് വേറൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഓതറൈസ്ഡ് ഡീലറിൽ നിന്നോ കമ്മീഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് എക്സെംപ്റ്റഡ് ഇൻകം. അതായത് ഒന്നുകൂടിയും പറയാം, ഫോറെക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻ കളക്ട് ചെയ്യും ഒരു ബാങ്ക്. ആ കമ്മീഷൻ വേറൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സിൽ നിന്നോ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ബാങ്കിന് എക്സെംപ്റ്റഡ് ഇൻകം ആണ്. അപ്പോൾ ഈ 3 ഇൻകംസാണ് ബാങ്ക്സിൻ്റെ എക്സെംപ്റ്റഡ് ഇൻകംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സബിൾ ഇൻകം ആണ്. അപ്പോൾ ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഇൻകംസാണ് ടാക്സബിൾ ഇൻകം എന്ന് നോക്കാം. ഇതിലും 3 കാറ്റഗറീസ് തന്നെയാണ് ടാക്സബിൾ ഇൻകം. അപ്പോൾ ഫോളോയിങ് ഇൻകംസ് ആർ ടാക്സബിൾ ഫോർ ബാങ്ക്സ്. അപ്പോൾ ഏതാണ്? ആദ്യം വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസിൽ കുറേ ചാർജസ് പെടും. ഫോർ എക്സാമ്പിൾ ഒരു ലോൺ പ്രോസസ്സിംഗ് ചാർജ്, അതുപോലെ തന്നെ ATM ചാർജസ്, അങ്ങനത്തെ ചാർജസൊക്കെ ടാക്സബിൾ ഇൻകമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബാങ്കിൻ്റെ പ്രിൻസിപ്പൽ ബിസിനസ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺസ് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആയിട്ടുള്ള ഇൻകംസ് എക്സെംപ്റ്റഡ് ഇൻകമാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഇൻകംസൊക്കെ എക്സെംപ്റ്റ് ആണെങ്കിൽ കൂടിയും അതിനൊക്കെ ചാർജ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ടാക്സബിൾ ആണ്. ഇനി അടുത്ത ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്രെഡിറ്റ് കാർഡ്, പീനൽ ചാർജസ്, അതൊക്കെ ബാങ്കിന് ടാക്സബിൾ ഇൻകമാണ്. നമ്മൾ നേരത്തെ എക്സെംപ്റ്റഡ് ഇൻകം പറഞ്ഞിരുന്നു ബാങ്കിൻ്റെ അഡ്വാൻസസ് അല്ലെങ്കിൽ ലോൺസ്, ഡെപ്പോസിറ്റ്സ് അങ്ങനത്തെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് ആയിട്ടുള്ള ഇൻകം എക്സെംപ്റ്റഡ് ആണെന്ന്. പക്ഷേ ഇതിൽ ഒരു എക്സെപ്ഷൻ കേസാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് GST ചാർജബിൾ ആണ്. അതുപോലെ തന്നെ പീനൽ ചാർജസ് എന്തെങ്കിലും ബാങ്ക് ലെവി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും GST ചാർജബിൾ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എക്സെംപ്റ്റഡ് ആണെന്ന് വിചാരിക്കാതെ അത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ആണോ എന്നും കൂടി നോക്കിയിട്ട് വേണം അതിന് എക്സെംപ്റ്റ് ആണെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ടാക്സബിളായി വരും.
ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടാക്സബിൾ ഇൻകം ഇസ് ഫോറക്സ് കമ്മീഷൻ ഫ്രം പബ്ലിക് ആൻഡ് ബിസിനസ്. നമ്മൾ തൊട്ട് മുകളിൽ എക്സംഷൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, ബാങ്കിൽ നിന്നും ഓതറൈസ്ഡ് ഡീലറിൽ നിന്നും കിട്ടുന്ന കമ്മീഷൻ, ഈ ഫോറക്സ് കമ്മീഷൻ ടാക്സബിൾ അല്ല, എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതേ ഫോറക്സ് കമ്മീഷൻ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ, അതായത് പൊതുജനം സാധാരണ ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ ഫോറക്സ് കമ്മീഷൻ ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ഇൻകമാണ്. അപ്പോൾ വേറെ ബാങ്കിൽ നിന്നും ഓതറൈസ്ഡ് ഡീലേഴ്സിൽ നിന്നും കിട്ടുന്ന ഫോറക്സ് കമ്മീഷൻ ഈസ് എക്സംപ്റ്റ്, ബട്ട് ഫ്രം പബ്ലിക് ആൻഡ് ബിസിനസ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ 3 കാറ്റഗറീസ് ആണ് ബാങ്ക്സിൻ്റെ ടാക്സബിൾ ഇൻകം ആയിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ദാറ്റ് ഈസ് special provisions for apportionment of input tax credit for banking companies, financial institutions including non-banking financial corporations. ഇതിൽ പറയുന്നത് ബാങ്കിൻ്റെ ഇൻവേർഡ് സപ്ലൈസിന്മേൽ ബാങ്കിന് എടുക്കാവുന്ന അല്ലെങ്കിൽ ബാങ്ക്സിന് എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ, ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ NBFCസും ഉൾപ്പെടും. അപ്പോൾ ഇവർക്കൊക്കെ ITC എങ്ങനെ അപ്പോർഷൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാമെന്ന് നോക്കാം. So banks or financial institutions including NBFC has both taxable and exempt supplies. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ് ഉണ്ട്, എക്സംപ്റ്റ് ആയിട്ടുള്ള സപ്ലൈസ് ഉണ്ട്. ഹെൻസ് ബാങ്ക്സ് ക്യാൻ ഓപ്റ്റ് എനി ഓഫ് ദ ഓപ്ഷൻസ് ഗിവൺ അണ്ടർ റൂൾ 38 ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇത്തരം സപ്ലൈസ് ഉള്ള കാരണം തന്നെ ഒരു ബാങ്കിന് ITC ക്ലെയിം ചെയ്യണമെങ്കിൽ റൂൾ 38 പറയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് 2 ഓപ്ഷൻസാണ് റൂൾ 38 പറയുന്നത്, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ITC ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി റൂൾ 38 ആ 2 ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ കമ്മിങ് ടു റൂൾ 38, അതിൽ ഓപ്ഷൻ 1 പറയുന്നത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ITC ആസ് പെർ റൂൾ 42 ആൻഡ് 43. ഇതിൽ ബാങ്ക്സിൻ്റെ ഇൻപുട്സും അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസസുമിലുള്ള ITC റൂൾ 42 പ്രകാരം, ക്യാപിറ്റൽ ഗുഡ്സുമിലുള്ള ITC 43 പ്രകാരവും നമുക്ക് സാധാരണ രീതിയിൽ ITC അപ്പോർഷൻ ചെയ്തെടുക്കാം. ഇനി ഓപ്ഷൻ 2 നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ ITC ഓൺ ഇൻപുട്ട് സർവീസസ് അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് അതിലൊക്കെ ഉള്ള ITC 50% വരെ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ 1 ആയിരുന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ITC അവെയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൽ ഓപ്ഷൻ 2 50% വരെ നമുക്ക് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ ഇൻവേർഡ് സപ്ലൈ ഫോർ നോൺ ബിസിനസ് പർപ്പസ് ആൻഡ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 നോട്ട് അലൗഡ്. അതായത് നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇൻവേർഡ് സപ്ലൈമിലുള്ള ITC നമുക്ക് അലൗഡ് അല്ല. അതുപോലെ തന്നെ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഒന്നും ഓപ്ഷൻ 2 നമ്മൾ ഓപ്റ്റ് ചെയ്താലും അലൗഡ് അല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 3rd പോയിൻ്റാണ്. ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 50% ഓഫ് ITC മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 100% ഓൺ ക്രെഡിറ്റ് ഓൺ ഇൻവേർഡ് സപ്ലൈ ഫ്രം അനദർ രജിസ്ട്രേഷൻ ഓഫ് സെയിം എൻറ്റിറ്റി എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു എൻറ്റിറ്റിയുടെ അതേ രജിസ്ട്രേഷനുള്ള വേറൊരു എൻറ്റിറ്റിയിൽ നിന്ന് വരുന്ന ഇൻവേർഡ് സപ്ലൈസിന് നമുക്ക് 100% ക്രെഡിറ്റും ഇവിടെ എലിജിബിൾ ആണ്. അപ്പോൾ റൂൾ 38 2 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ബാങ്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഫുൾ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണം, ഇടയ്ക്ക് വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ വൺസ് an option is exercised, it cannot be changed for the remaining part of financial year. അത് ആ ഹോൾ ഫിനാൻഷ്യൽ ഇയറിലേക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക്സിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് അണ്ടർ GST. ഇതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ NBFCസും ഉൾപ്പെടുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റഡി വെൽ ആൻഡ് ടേക്ക് കെയർ. ബൈ.